ഒരുപാട് നാളെ എത്ര നാളായി ഇപ്പൊ ഇങ്ങനെ? 10-15 വർഷത്തിന് മേലായി. ചിത്ര ചേച്ചിക്ക് എന്തോ ഒരെണ്ണം അയച്ചു കൊടുത്തത് അതെന്തുവായിരുന്നു? 10 കാണും സരസ്വതിയെ കൊണ്ട് എഴുതിയതാ. 10 ആയിരിക്കും. കൈപ്പറ്റി റിപ്പോർട്ടിക്ക് വന്നു. റൂമായിട്ട് വന്നൊരു സേർട്ട് കത്തിച്ച് 2 പുക വലിച്ച് യഥാർത്ഥമായിട്ട് ചിന്തിച്ചപ്പോഴാണ് ഇതിലെഴുത്ത് മുകിലുകൾ ചുംബിച്ച പൂനിലാവേ നീ മുടിയിൽ ചൂടിയ പൂവേത്. ഈ അപ്പച്ചനെ കണ്ടോ? ഒരു മാസം മുമ്പ് നമ്മളിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ അപ്പച്ചൻ നമ്മുടെ കടയിലേക്ക് കയറി വന്നിട്ട് നമ്മളോട് പറഞ്ഞത് എൻ്റെ പാട്ടുകളൊക്കെ ഒന്ന് നെറ്റിലിട്ട് തരാമോ എന്ന് ചോദിച്ചാണ് വന്നത്. അപ്പം കാര്യം ചോദിച്ചപ്പോൾ ഒരു 110-110ഓളം കവിതയല്ല 110ഓളം പാട്ടും കവിതയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇതൊന്ന് നെറ്റിലിട്ട് കൊടുക്കാമോ, കുറച്ച് ആളുകളൊക്കെ ഒന്ന് കാണണം, കേൾക്കണം, അത് മാത്രമാണ് ആഗ്രഹം എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ റാന്നിയിലായതുകൊണ്ട് തന്നെ റാന്നിയിൽ അത്യാവശ്യം വീഡിയോസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ റീച്ച് ആകുന്ന ഒരു യൂട്യൂബും അതുപോലെ തന്നെ ഫേസ്ബുക്ക് ചാനലും ഒക്കെ ഉള്ള ഒരാളുണ്ട്. ജോസിമോൻ എന്നാണ് പേര്. ജോസിമോൻ റാന്നി DSNR വ്ലോഗ് എന്ന ചാനൽ. അപ്പം ആളുടെ നമ്പർ നമ്മൾ ഈ ഒരു അപ്പച്ചൻ്റെ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ആളുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി. ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും ഒരു വീഡിയോ ഒക്കെ എടുത്തിടും. കുറേ അധികം ആൾക്കാർ, കുറേയല്ല നല്ലപോലെ ആൾക്കാരൊക്കെ കാണുകയൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു. ജോസിമോനെ കണ്ടപ്പോൾ ജോസിമോൻ്റെ ഈ ഒരു അപ്പച്ചൻ്റെ നമ്പരൊക്കെ കൊടുത്തു. ജോസിമോൻ കോൾ ചെയ്തെങ്കിലും അപ്പച്ചൻ്റെ ഫോൺ കേടായതുണ്ടായിരുന്നു, കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പോൾ ഒരു മാസത്തിന് ശേഷം വീണ്ടും നമ്മുടെ അറബിലിട്ട് വന്നിട്ടുണ്ട്. ആളെ കോൺടാക്ട് ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അപ്പോൾ ഇന്ന് വന്നപ്പോഴും നമ്മൾ എന്ത് ചെയ്തു, അപ്പച്ചൻ്റെ ഈ നമ്പർ ജോസിമോൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഉടനെ തന്നെ ജോസിമോൻ കോൺടാക്ട് ചെയ്യുമായിരിക്കും. എന്നിട്ട് നമ്മൾ എന്തായാലും ഒന്ന് വിളിക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ അപ്പച്ചൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ പാട്ടും കാര്യങ്ങളുമൊക്കെ DSNR വ്ലോഗ് എന്ന ചാനലിലൂടെ നമുക്ക് കാണാൻ കഴിയും. വന്ന സ്ഥിതിക്ക് നമ്മൾ അപ്പച്ചനെ കൊണ്ട് കുറച്ച് പാട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പാടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്ന് കേട്ട് നോക്കുക. നമുക്കങ്ങനെ വലിയ സാഹിത്യമൊന്നും അറിയില്ല. കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയുക. ഞാൻ താമസിക്കുന്ന ഇപ്പം എത്ര കവിതകളൊക്കെ എഴുതി? 110 ഗാനങ്ങൾ എഴുതിയിട്ടുണ്ട്. മൊത്തം 3 കവിത എഴുതിയിട്ടുണ്ട്. ഒരു ഹിന്ദി പാട്ട് എഴുതിയിട്ടുണ്ട്. ഹിന്ദി പാട്ട് ഇപ്പൊ കവിതകളൊക്കെ കയ്യിൽ എഴുതിയതിൽ ഇരിപ്പുണ്ടോ? ഒന്ന് കാണിക്കാവോ? ഇതെന്തിന്റെ? ഇത് അവരുടെ തടസ്സകവി മുള്ളൂർ ഇരുന്നിട്ടാ പിന്നെ അഴിപത്രം പോലുള്ളൊരു സർട്ടിഫിക്കറ്റ്. അത് കവിതയാണ്. TK വിജയൻ, താടത്തിൽ അടിച്ചിപ്പുഴ വലിയകുളം. ഇതൊക്കെ എന്തെഴുതിയതാ? ഇതൊക്കെ നേരത്തെ എഴുതിയോ? ഒരുപാട് നാളെ എത്ര നാളായി ഇപ്പൊ ഇങ്ങനെ? 10-15 വർഷത്തിന് മേലായി. 15 വർഷത്തിന് മേലായി. അത് കേട്ടോ, മഹാരാഷ്ട്രയെ കൊണ്ട് എഴുതിയ ഗാനമായിരുന്നു. ആരെ? മഹാരാഷ്ട്രയെ കുറിച്ചാണ് ഈ പാട്ട് എഴുതിയിരിക്കുന്നത്. അല്ല, കഴിഞ്ഞ ദിവസം കണ്ടപ്പോൾ പറഞ്ഞേ നമ്മുടെ ചിത്ര ചേച്ചിക്ക് എന്തോ ഒരെണ്ണം അയച്ചു കൊടുത്തത് അതെന്തുവായിരുന്നു? 10 കാണും സരസ്വതിയെ കൊണ്ട് എഴുതിയതാ. 10 ആയിരിക്കും. കൈപ്പറ്റി റിപ്പോർട്ടിക്ക് വന്നു. അവരെന്ത് ചെയ്തെന്ന് എനിക്കറിയാൻ വയ്യ. നല്ല സൂപ്പർ ആയിട്ടുവാ. അല്ലാതെ ഇതിപ്പം നമുക്ക് അല്ലാതെ പുറത്ത് വേറെ അറിയപ്പെടുന്ന ആൾക്കാരിലൊക്കെ എത്തിച്ചിട്ടുണ്ടോ? അപ്പം ഞാൻ ആലപ്പിയിലെങ്കാൻ്റെ വീട്ടിൽ വെച്ച് ഇപ്പം 15 വർഷം കഴിഞ്ഞിരിക്കുക ആ പാട്ട് എഴുതിയിട്ട്. അവർ വീട്ടിൽ പാട്ട് എഴുതുന്നു. അപ്പം ഗീത നാടക ട്രൂപ്പിന് വേണ്ടിയാ, നാടകത്തിന് വേണ്ടിയാണ് എന്നെ ക്ഷണിച്ച് വരുത്തി അവിടെ അവർ വീട്ടിൽ എഴുതുന്നു. രാത്രിയില്ല. അപ്പോൾ ഒരു രാത്രി 10 മണി 10-12 മണി വരെ ഇങ്ങനെ ആലോചിച്ചിട്ട് ഒന്നും അങ്ങോട്ട് മനസ്സിൽ കിട്ടുന്നില്ല എഴുതാനേ. അപ്പോൾ ആ രംഗത്തിൽ നീ എൻ്റെ ഗാനം കിട്ടും. അതിനെന്നെ വിളിച്ചത്. അപ്പോൾ എന്നോട് ചോദിച്ചു സ്മോൾ പോലും അടിക്കും. ഞാൻ അപ്പോൾ അതൊന്നും ഇല്ല, ഞാൻ ചിലപ്പോൾ ഒന്ന് മുറുക്കും, ചിലപ്പോൾ ഒരു വീഡിയോ വരും, ഇത്രയേ ഉള്ളൂ. അതിനെ വേണം വരുത്താൻ പറഞ്ഞു. ഞാൻ പറഞ്ഞാൽ അതൊന്നും വേണ്ട, അന്ന് എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചില്ല കുറയും. അപ്പം ഉറക്കം വന്നപ്പോഴേ മുറ്റത്തോട്ട് നോക്കുമ്പോൾ നല്ല പ്രകാശം കാണും. എന്താണെന്ന് അറിയത്തില്ല. ഇതെന്തോ നിങ്ങൾ നോക്കാതിരിക്കും നോക്കുമ്പം ദ്രാവ് വെച്ച് ഇങ്ങനെ ശോകയോടെ നിൽക്കാം. മുഴുവനാവാം. അപ്പോൾ നല്ല പ്രകൃതിയാണ്, പ്രതിഭാസമാണ്. അപ്പം മേഘം ഇതിനെങ്ങനെ ടച്ച് ചെയ്ത് കടന്ന് പോകുന്ന കണ്ടു. റൂമായിട്ട് വന്നൊരു സേർട്ട് കത്തിച്ച് 2 പുക വലിച്ച് യഥാർത്ഥമായിട്ട് ചിന്തിച്ചപ്പോഴാണ് ഇതിലെഴുത്ത് മുകിലുകൾ ചുംബിച്ച പൂനിലാവേ നീ മുടിയിൽ ചൂടിയ പൂവേത്. അപ്പോൾ നിലാവ് ഞാൻ സ്ത്രീയായിട്ടുള്ള ഭാവന നിൽക്കുന്നത്. ചില ചോദിക്കും നിലാവ് പൂജ കൂടുമെന്ന് ചോദിക്കും. അറിയാൻ പാടില്ല. അപ്പോൾ സ്ത്രീഭാവന അവിടെ കൊടുത്തേക്കുന്നത്. അത് എഴുത്തുകാർക്ക് അറിയത്തുള്ളൂ. മുകിലുകൾ ചുംബിച്ച പൂനിലാവേ മുടിയിൽ ചൂടിയ പൂവേത്. ശില്പരഥങ്ങളിൽ ദുഷന്തനേറിയോ മുരളിലോലനുണർന്നോ
ശകുന്തളനിൻ സൗന്ദര്യം കണ്ട് ദുഷന്തൻ നിന്നിൽ ലയിച്ചു പോയി. മുകിലുകൾ ചുംബിച്ച പൂനിലാവേ നീ മുടിയിൽ ചൂടിയ പൂവേത്. സഖികളറിയില്ല ദുഷന്തനറിയില്ല പ്രണയ സഖിയെ അറിയില്ല. മുദ്രമോതിരം അണിഞ്ഞില്ലേ നീ ജീവിത ദുഃഖം അറിഞ്ഞില്ലേ. മുകിലുകൾ ചുംബിച്ച പൂനിലാവേ നീ മുടിയിൽ ചൂടിയ പൂവേത്. പ്രണയ കഥകൾ ഓർക്കുമോ നീ ദുഷന്തനിനിയും വരുമോ. പ്രണയ കഥകൾ ഓർക്കുമോ നീ ദുഷന്തനിനിയും വരുമോ. പരിഭവമായി നിന്നിൽ മൗനമായി നിന്നിൽ മഹർഷി നിന്നെ ശപിക്കുന്നു. മുകിലുകൾ ചുംബിച്ച പൂനിലാവേ നീ മുടിയിൽ ചൂടിയ പൂവേത്. 15 വർഷമായി അടുപ്പിൽ വീട്ടിൽ ചെയ്തു. അപ്പോൾ ഞാൻ 1.5 മണിക്കൂർ എനിക്ക് ഉറങ്ങാൻ സമയം കിട്ടും. 4:30 എഴുതി തീർന്നു. ഞാനും കിടന്നു എല്ലാം ഉറങ്ങും. അപ്പം ഞാനിപ്പോൾ കാപ്പിയായിട്ട് ഒരു കഥയൊക്കെ തട്ടി വിളിക്കും. ഞാൻ കഥ തുറന്നു മുഖം കൈ കാപ്പി എടുത്ത് കുടിക്കും. അപ്പോൾ എന്നോട് ചോദിച്ചു എന്നെ എഴുതിയെന്ന് ചോദിച്ചു. അപ്പം ഇത് അവളുടെ അടുത്ത് കൊടുത്ത് നോക്കാൻ പറഞ്ഞു സാഹിത്യ പിള്ളേർ. അവള് മൊത്തം വായിച്ചു നോക്കിച്ച് പറഞ്ഞു ഇത്ര ബെറ്ററായിട്ട് എഴുതുമെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കഴിവൊന്നുമല്ല തലേദിവസം ഞാൻ പഠിച്ചോട്ടെന്നാലും ഓർമ്മിച്ച് തന്ന എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് ഉത്തരം പറഞ്ഞത്. വളരെ അവർക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സാഹിത്യമാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ രംഗം ആദ്യം ആ സെൻറ്റൻസ് എഴുതി കഴിഞ്ഞിട്ട് രണ്ടാമത്തെ രംഗം പിന്നെ ആ രംഗം വരുന്നത് ലവ്സിൻ രംഗം രാജകൊട്ടാരം. അപ്പോൾ അവിടെ രാജാവിൻ്റെ പദപ്രയോഗമാണ് എങ്കിലും പൂർണ്ണമാകത്തുള്ളൂ ശരിയാകത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനെ എഴുതി ശില്പരഥങ്ങളിൽ ദുഷന്തനേറിയോ മുരളിയിലോലനുണർന്നോ ശകുന്തളനിൻ സൗന്ദര്യം കണ്ട് ദുഷന്തൻ നിന്നിൽ ലയിച്ചു പോയി. അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പറായിട്ട്. അപ്പൊ ഇനി ഉടനെ ഇപ്പൊ നാളെയാണോ തുടങ്ങുന്നത് ട്രൂപ്പ് തുടങ്ങുന്നത്? നാളെ ഫ്ലക്സ് കേട്ടുക. ആരൊക്കെയുണ്ട്? ഒത്തിരി പാടാൻ ഒത്തിരി പേരുണ്ട്. ഞാനും പാടുവേ. സിനിമാ പാട്ടൊക്കെ അല്ലാതെ പാടുമോ? സിനിമാ പാട്ട് പാടാൻ ചിലതൊക്കെ അറിയാം, എല്ലാവരും എനിക്ക് പിടിയില്ല. അല്ല ഒത്തിരി കവിത എഴുതിയതേ ഇതേപോലെ വേറെ ആർക്കെങ്കിലും എഴുതി കൊടുത്ത് ഇതേപോലെ ഒത്തിരി കുറെ അധികം ആൾക്കാർ അറിയപ്പെടുന്ന രീതിയിൽ ഒരുപാട് എഴുതിയിട്ടുണ്ട്. അല്ല ആൾക്കാർ ഒരുപാട് അറിയപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പൊ ഞാൻ അങ്ങനെയുള്ള വേദി ചെയ്യുമ്പോൾ കിട്ടിയിട്ടില്ല. അറിയാതെ ഞാൻ ചങ്ങനാശ്ശേരി നമ്മുടെ സ്വർഗ ഓർക്കസ്ട്രയുടെ ഗാനമേളയുണ്ട്. ഇവിടെ അഞ്ചാണ് അവർ താമസിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവരുമായിട്ട് ബന്ധവുമുണ്ട്. അപ്പോൾ അവിടുത്തെ പയ്യൻ മ്യൂസിക് കോളേജിൽ പഠിക്കുക, ചങ്ങനാശ്ശേരി കോളേജിൽ പഠിക്കുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു മാമ എനിക്ക് ഒരു ലളിതാൻ എഴുതി തരണമെന്ന് പറഞ്ഞു. ഞാൻ BJT വിൽക്കാനും പത്രം വായിക്കാൻ അവിടെ കയറും. BJT അറിയാമല്ലോ. അപ്പോൾ അവിടെ പേപ്പർ വായിച്ച് ഇങ്ങോട്ട് ഇറങ്ങിയപ്പം ഒരു പ്രായമുള്ള സ്ത്രീയാണ്, ഒരു 10-70 വയസ്സിൽ പ്രായമുള്ളൂ. ഇവരെന്നോട് ചോദിച്ചു ഇന്നാരെ വീടൊന്ന് കാണിച്ചാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയത്തുമില്ല. അപ്പം ഞാൻ അമ്മച്ചി വീട് ആരോടും ജോലി എനിക്കറിയത്തില്ല. അപ്പോൾ ഈ എഴുതാൻ ഇവർ ഈ വീടിൻ്റെ കാര്യം ചോദിച്ച കാര്യം ഓർമ്മയിൽ വന്നപ്പോഴാണ് ഈ ഗാനം എഴുതാനായിട്ട് എനിക്ക് പല്ലവി കിട്ടുന്നത്. വായനശാലയിൽ വഴി ചോദിക്കാൻ വന്നു വാർത്തയ്ക്ക് സ്ത്രീയായിരുന്നു. പാതയിലാരെ ഞാൻ കണ്ടില്ല, എനിക്ക് പോകുവാൻ പാത നീ മൊഴിയൂ. കുറേ കവിതകളൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ഒരു 10-100ഓളം പാട്ടും കവിതയും കാര്യങ്ങളും ഒക്കെ എഴുതിയിട്ടുണ്ട്. ഉടനെ തന്നെ എന്തായാലും നമ്മുടെ ജോസിമോന് ഈ അപ്പച്ചനെ കോൺടാക്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ജോസിമോൻ്റെ ചാനലിൽ കൂടി കൂടുതൽ പാട്ടുകളും അതുപോലെ തന്നെ അപ്പച്ചനെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും. മുടിയിൽ ചൂടിയ പൂവേത്